നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് +2 തുല്യത 2025 മാതൃകാ ചോദ്യപേപ്പർ വിശകലനം അവസാന ഭാഗമാണ്. ഇതിൽ 8 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻസ് ആണ് വിശദീകരിക്കുന്നത്. ഇവിടെ പറയുന്ന ഉത്തരങ്ങളുടെ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഉൾപ്പെടുത്തി നിങ്ങളുടേതായ രീതിയിൽ ഉത്തരം എഴുതുവാൻ ശ്രമിക്കുക. ഇതുവരെയുള്ള മലയാളം ക്ലാസുകൾ +2 തുല്യത മലയാളം എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുന്നതിനോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യങ്ങൾ നോക്കാം. 28 മുതൽ 31 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുവാനാണ്. 8 സ്കോർ വീതമാണ്. 28ാമത്തെ ചോദ്യം: പങ്കാളിയുടെ രോഗം വിവാഹമോചനത്തിന് കാരണമായി കണ്ടെത്തുന്ന പുത്തൻ തലമുറയ്ക്ക് യഥാർത്ഥ ദാമ്പത്യം എന്തെന്ന് കാട്ടിത്തരുന്നതാണ് ഖാദർ സാഹിബും ആമിനുമ്മയും. അതിരുകളില്ലാത്ത സ്നേഹം എന്ന പാഠത്തെ മുൻനിർത്തി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഉപന്യസിക്കുക. ചോദ്യം ഒരിക്കൽ കൂടി: പങ്കാളിയുടെ രോഗം വിവാഹമോചനത്തിന് കാരണമായി കണ്ടെത്തുന്ന പുത്തൻ തലമുറയ്ക്ക് യഥാർത്ഥ ദാമ്പത്യം എന്തെന്ന് കാട്ടിത്തരുന്നതാണ് ഖാദർ സാഹിബും ആമിനുമ്മയും. അതിരുകളില്ലാത്ത സ്നേഹം എന്ന പാഠത്തെ മുൻനിർത്തി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഉപന്യസിക്കുക. ഉത്തരം നോക്കാം. പരസ്പരം ഊന്നുവടികളാകുന്ന ഭാര്യയും ഭർത്താവും അവരുടെ കറയറ്റ സ്നേഹത്താൽ ജീവിതം തിരിച്ചുപിടിക്കുന്നതാണ് ഡോക്ടർ VP ഗംഗാധരന്റെ അതിരുകളില്ലാത്ത സ്നേഹം എന്ന പാഠഭാഗത്തിന്റെ ഉള്ളടക്കം. വൃദ്ധ ദമ്പതികളാണ് ആമിനുമ്മയും ഖാദർ സാഹിബും. അവരുടെ ദാമ്പത്യം തുടങ്ങിയിട്ട് 55 വർഷമായി. പ്രായം തോൽപ്പിക്കാത്ത പ്രണയത്തിനുടമകളാണ് ആ ദമ്പതികൾ. അവരുടെ പരസ്പര സ്നേഹം കാണുമ്പോൾ വാർദ്ധക്യത്തിൽ നിന്നും തിരിച്ചു നടക്കുകയാണെന്ന് തോന്നും. ഓവറിയിൽ ക്യാൻസർ ബാധിച്ചാണ് ആമിനുമ്മ ഡോക്ടർ ഗംഗാധരന്റെ അടുത്ത് ചികിത്സയ്ക്കെത്തുന്നത്. പക്ഷേ എന്താണ് അസുഖമെന്ന് ആ ദമ്പതികൾക്ക് അറിയില്ലായിരുന്നു. പരിശോധനകൾക്കൊടുവിൽ ആമിനുമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് തിരിച്ചറിയുന്നു. രോഗവിവരം അറിയുവാൻ ഡോക്ടറുടെ അടുത്തെത്തുന്ന ഖാദർ സാഹിബ് ആഗ്രഹിച്ചത് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറയുന്നത് കേൾക്കാനാണ്. എന്നാൽ ആമിനുമ്മയ്ക്ക് ക്യാൻസർ ആണെന്നറിയുന്ന ഖാദർ സാഹിബിന് അത് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. അതറിഞ്ഞ മാത്രയിൽ തന്നെ ഖാദർ സാഹിബ് കുഴഞ്ഞു വീണു. പരിശോധനയിൽ കടുത്ത ഹൃദയാഘാതമാണെന്ന് മനസ്സിലാകുന്നു. 6 ദിവസം ബോധമില്ലാതെ ICUവിൽ കിടന്നതിന് ശേഷമാണ് ഖാദർ സാഹിബ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ബോധം വന്നപ്പോൾ അദ്ദേഹം ഡോക്ടറോട് പറയുന്നുണ്ട്, അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല, പോകുവാണെങ്കിൽ രണ്ടുപേരും ഒന്നിച്ചേയുള്ളൂ എന്ന്. ആ വാക്കുകളിൽ തെളിയുന്നത് അവരുടെ പരസ്പര സ്നേഹവും ആത്മബന്ധവും രോഗത്തെ തോൽപ്പിക്കാനുള്ള ഇച്ഛാശക്തിയുമാണ്. കൂടാതെ ഒരാളില്ലാതെ മറ്റൊരാൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവും അവരുടെ അതിരുകളില്ലാത്ത സ്നേഹവുമാണ് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. വാർദ്ധക്യത്തിലും ജീവിതം ആസ്വദിക്കാനുള്ള മാനസികാവസ്ഥയും പ്രതിസന്ധികളിൽ തളരാത്ത ആത്മവിശ്വാസവും അവർക്കുണ്ട്. അവരുടെ ജീവിതത്തിൽ നിന്നും അതിരുകളില്ലാത്ത സ്നേഹത്തിന് മാത്രമേ കാലത്തെ തോൽപ്പിക്കാനുള്ള കെൽപ്പുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ പങ്കാളിയുടെ രോഗം വിവാഹമോചനത്തിന് കാരണമായി കണ്ടെത്തുന്ന പുതിയ തലമുറയ്ക്ക് ആ ദമ്പതികളുടെ ജീവിതം ഒരു പാഠമാണ്. 29ാമത്തെ ചോദ്യം: സ്ത്രീ സത്തയുടെ വിഭിന്ന മുഖങ്ങളാണ് പെങ്ങൾ എന്ന കവിതയിൽ കാണുന്നതെങ്കിൽ കോഴിയിലെ തള്ളക്കോഴി മാതൃസ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഉത്തരവാദിത്ത ബോധത്തിന്റെയും പ്രതീകമായാണ് കാണുന്നത്. 2 കവിതകളിലെയും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക. ചോദ്യം ഒരിക്കൽ കൂടി: സ്ത്രീസത്തയുടെ വിഭിന്ന മുഖങ്ങളാണ് പെങ്ങൾ എന്ന കവിതയിൽ കാണുന്നതെങ്കിൽ കോഴിയിലെ തള്ളക്കോഴി മാതൃസ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഉത്തരവാദിത്ത ബോധത്തിന്റെയും പ്രതീകമായാണ് കാണുന്നത്. സ്ത്രീ ജീവിതത്തിന്റെ സങ്കീർണതയും വ്യത്യസ്തങ്ങളായ രൂപങ്ങളും സമകാലീന കവിതകളിൽ ശക്തമായ രീതിയിൽ പ്രതിഫലിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോഴത് ശക്തിയുടെയും ചെറുത്തുനിൽപ്പിന്റെയും രൂപത്തിലാണെങ്കിൽ മറ്റു ചിലപ്പോൾ സ്നേഹത്തിന്റെയും മാതൃത്വത്തിന്റെയും ആഴത്തിലുള്ള പ്രതീകമായാണ് പ്രത്യക്ഷപ്പെടുന്നത്. ONV കുറുപ്പിന്റെ പെങ്ങൾ എന്ന കവിത സ്ത്രീത്വത്തിന്റെ വിഭിന്ന മുഖങ്ങൾ അവതരിപ്പിക്കുന്നു. കവിതയിലെ പെൺകുട്ടി ഒരു പ്രതീകമാണ്. അവളിലൂടെ സ്ത്രീയുടെ വ്യക്തിത്വം, സ്വപ്നങ്ങൾ, വിഷാദം, നഷ്ടബോധം, സഹനം ഇവയെല്ലാം വ്യക്തമായി തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. പുരുഷാധിപത്യമുള്ള സമൂഹത്തിൽ സ്ത്രീയുടെ അതിജീവനത്തിനായുള്ള പോരാട്ടങ്ങൾ, അവളുടെ ഉള്ളിലെ വേദന, കലാപം, പ്രതിരോധം എന്നിവയെ ശക്തമായ ഭാഷയിൽ തന്നെ ONV അവതരിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീ ജീവിതകാലം മുഴുവനും കുടുംബത്തിന്റെ എല്ലാ ചുമതലകളും ഏറ്റെടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം എരിഞ്ഞു തീർന്ന് അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലമാകാതെ യാത്രയാകുവാൻ വിധിക്കപ്പെട്ടവളാണെന്നാണ് കവി അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ സുഖത്തിനു വേണ്ടി സ്ത്രീകൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളുമാണ് ഈ കവിതയിൽ കാണുവാൻ കഴിയുന്നത്. കടമ്പനിട്ട രാമകൃഷ്ണന്റെ കോഴി എന്ന കവിത വളരെ ലളിതമായ ഭാഷയിൽ ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്.
ഈ കവിതയിൽ മുഖ്യ കഥാപാത്രമായി എത്തുന്ന തള്ളക്കോഴി ഒറ്റനോട്ടത്തിൽ ഒരു സാധാരണ കോഴിയായി തോന്നാമെങ്കിലും കവിതയുടെ ആഴത്തിൽ നോക്കുമ്പോൾ ഒരു മാതാവിന്റെ പ്രതീകമായി മാറുകയും മാതൃത്വത്തിന്റെ അനിർവചനീയമായ തലങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു. തള്ളക്കോഴി ഭാവി ജീവിതത്തിലെ പ്രതിസന്ധികളും പതിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചും ജീവിതത്തിൽ പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചുമെല്ലാം കുഞ്ഞിനെ ഉപദേശിക്കുന്നതിൽ നിന്നും അവളുടെ കരുതലും അതിരറ്റ മാതൃസ്നേഹവും പ്രകടമാകുന്നു. കൂടാതെ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പൊരുതുവാനും അവൾ തയ്യാറാണ്. ഈ രണ്ട് കവിതകളിലും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. പെങ്ങൾ എന്ന കവിതയിൽ സമൂഹത്തിൽ നിന്നുള്ള അവഗണനയും അടിച്ചമർത്തലുകളും ഏറ്റുവാങ്ങി അതിനെതിരെയുള്ള പോരാട്ടത്തിലൂടെ മുന്നോട്ട് പോകുന്ന സ്ത്രീയാണ് കാണുവാൻ കഴിയുന്നത്. പക്ഷേ തള്ളക്കോഴി എന്ന കവിതയിൽ അവൾ സ്വന്തം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനുള്ള വാത്സല്യപൂർണമായ പോരാട്ടത്തിലാണ്. 30ാമത്തെ ചോദ്യം, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ് ടി പത്മനാഭന്റെ ജീവന്റെ വഴി എന്ന ചെറുകഥ. പാഠഭാഗം വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ കഥയാണ് ടി പത്മനാഭന്റെ ജീവന്റെ വഴി എന്ന ചെറുകഥ. പാഠഭാഗം വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക. ടി പത്മനാഭന്റെ പുഴ കടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ജീവന്റെ വഴി എന്ന പാഠഭാഗത്തിൽ ഒരു ചെറുമരത്തിന്റെ വീഴ്ചയിൽ വേദനിക്കുന്ന പ്രകൃതി സ്നേഹിയായ ഒരു മനുഷ്യനെയാണ് കാണുവാൻ കഴിയുന്നത്. തനിക്ക് തറവാട്ട് വിഹിതമായി കിട്ടിയ ഭൂമിയിൽ ആകെ നട്ട മരമാണ് മുരിങ്ങ. കൃഷിയോഗ്യമല്ലാത്ത ഭൂമിയിൽ മുരിങ്ങ നടുവാനായി ആകെ സ്ഥലമുണ്ടായിരുന്നത് വീടിനോട് ചേർന്നാണ്. അതിനാൽ വീടിനോട് ചേർന്ന് മുരിങ്ങ നടുകയും ചെയ്തു. അതിനാൽ തന്നെ മുരിങ്ങയുമായി വളരെ വലിയ ആത്മബന്ധമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒരു ദിവസം യാതൊരു കാരണവുമില്ലാതെ മുരിങ്ങമരം ഒടിഞ്ഞു വീണു. മുറിപ്പാടിൽ നീരൊലിച്ചു നിൽക്കുന്ന മുരിങ്ങമരത്തെ കാണുമ്പോൾ അദ്ദേഹം വളരെയധികം ദുഃഖിതനാവുകയും തനിക്ക് മുറിവേറ്റതായി അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ചെയ്യുന്നു. എന്നിരുന്നാലും വീടിന്റെ മേൽക്കൂര താങ്ങായി നിന്നതുകൊണ്ട് മുരിങ്ങമരം 2 കഷ്ണമായില്ലെന്നത് അദ്ദേഹത്തിന് ചെറിയ ആശ്വാസം നൽകുന്നു. എന്നാലും അന്നത്തെ ദിവസം കൂടുതലും ചെലവിട്ടത് വരാന്തയിലും മുറ്റത്തുമായിരുന്നു. മാസങ്ങളായി തന്നെ അലട്ടിക്കൊണ്ടിരുന്ന വലതുകൈയുടെ വേദനയെക്കുറിച്ച് പോലും അദ്ദേഹം അപ്പോൾ മറന്നുപോയി. മുരിങ്ങമരത്തിലെ കായകൾ സഞ്ചിയിലാക്കി ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നൽകുമായിരുന്നു. ഇനി അതിന് കഴിയില്ല എന്നത് അദ്ദേഹത്തിനെ വളരെ വേദനിപ്പിച്ചു. അതുപോലെ വെയിൽ മൂക്കുമ്പോൾ എന്നും നിറയെ പക്ഷികൾ മുരിങ്ങമരത്തിൽ വിരുന്നുകാരായി എത്തിയിരുന്നു. അവരിൽ ചിലർ കലപില ശബ്ദമുണ്ടാക്കും, ചിലർ ആകാശത്തേക്ക് നോക്കി ഉറക്കെ പാടും. പലതരം കിളികൾ, ഓലഞ്ഞാലി, ബുൾബുൾ, വണ്ണാത്തിപ്പുള്ള്, മരത്തിന്റെ തണലിൽ എപ്പോഴും ശബ്ദമുണ്ടാക്കി കൊത്തിപ്പറക്കുന്ന ചപ്പിലക്കിളികൾ, നൃത്തം ചെയ്യുന്ന ശലഭങ്ങൾ, മൂളിപ്പറക്കുന്ന വണ്ടുകൾ. ഇന്നിപ്പോൾ ആരെയും കണ്ടില്ല. ശിരസുപോയ മുരിങ്ങയുടെ മുമ്പിൽ മൂകനായി താൻ മാത്രം നിൽക്കുന്നത് കഥാകൃത്തിനെ അതീവ ദുഃഖത്തിലാഴ്ത്തി. പിന്നീട് മുരിങ്ങയുടെ പൊട്ടിയ ഭാഗത്ത് ജീവന്റെ പ്രവാഹമുള്ള കുഞ്ഞിലകൾ കാണുമ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷവാനാകുന്നു. ഇങ്ങനെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള വർണ്ണനാതീതമായ തലങ്ങളിലൂടെയാണ് കഥ കടന്നുപോകുന്നത്. 31ാമത്തെ ചോദ്യം, ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന് നായ പറയുകയാവാം. തകഴി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്? പാഠഭാഗത്തെ വിലയിരുത്തി ഉപന്യസിക്കുക. ഇനിയൊരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന് നായ പറയുകയാവാം. തകഴി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്? പാഠഭാഗത്തെ വിലയിരുത്തി ഉപന്യസിക്കുക. തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ തികഞ്ഞ യജമാന സ്നേഹമുള്ള ഒരു നായയുടെ ദാരുണാന്ത്യമാണ് പറയുന്നത്. നാട്ടിൻപുറത്തുണ്ടായ അതിഭീകരമായ ഒരു വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത്. വെള്ളപ്പൊക്കത്തിൽ കുടിലിന്റെ മുകളിൽ ഒറ്റപ്പെട്ടു പോയ ചേന്നൻ പറയനെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തുവാൻ വള്ളമെത്തിയപ്പോൾ നായ കുടിലിന്റെ മറുപുറത്ത് അനക്കം കേട്ട ദിക്കിലേക്ക് പോയതിനാൽ അതിന് വള്ളത്തിൽ കയറുവാൻ സാധിച്ചില്ല. തന്റെ യജമാനന് കുഴപ്പമുണ്ടാക്കുന്നത് എന്തെങ്കിലുമാണോ എന്ന് നോക്കാനാണ് അവൻ പോയത്. ഇതിൽ നിന്നും അവന്റെ യജമാന സ്നേഹം വെളിവാകുന്നതാണ്. ജീവനും കൊണ്ട് രക്ഷപ്പെടുന്നതിനിടയിൽ യജമാനൻ നായയുടെ കാര്യം ശ്രദ്ധിച്ചതുമില്ല. എന്നാലും യജമാനൻ തന്നെ രക്ഷപ്പെടുത്തുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരിക്കാം. തന്നെ കൂട്ടാതെ പോയിട്ടും യജമാന സ്നേഹം ഒട്ടും ചോർന്നു പോയിട്ടില്ലാത്ത ആ നായ കുടിലിലേക്ക് വരുന്ന ജന്തുക്കളെയും രാത്രിയിൽ വള്ളത്തിലെത്തിയ മോഷ്ടാക്കളെയും ആട്ടിപ്പായിക്കുന്നുണ്ട്. ശക്തമായി പ്രതിരോധിക്കുന്ന അവനെ മോഷ്ടാക്കൾ ഉപദ്രവിക്കുന്നുമുണ്ട്. ഉച്ചതിരിഞ്ഞ് ചെറുവള്ളത്തിൽ 2 പേർ അതുവഴി വന്നപ്പോൾ നായ നന്ദിയോടെ വാലാട്ടിക്കുരച്ചു. അവൻ വെള്ളത്തിലിറങ്ങി വള്ളത്തിലേക്ക് ചാടാൻ തയ്യാറായി നിന്നു. അവർ തന്നെ രക്ഷപ്പെടുത്തുമെന്ന് അവൻ കരുതി. എന്നാൽ അവർ നായയെ കയറ്റാതെ പോയി. വള്ളം മറയും വരെ അവൻ ദയനീയമായി നോക്കി നിന്നു. വളരെയേറെ ത്യാഗം സഹിച്ചിട്ടും തന്റെ യജമാനൻ തന്നെ തേടി വരികയോ രക്ഷപ്പെടുത്തുകയോ ചെയ്തില്ല. അതുപോലെ വള്ളത്തിൽ വന്ന 2 പേർ തന്നെ രക്ഷിക്കാമായിരുന്നിട്ടും അവരും അത് ചെയ്തില്ല. ലോകത്തോട് അന്ത്യയാത്ര പറയുന്നത് പോലെ മുറുമുറുത്തുകൊണ്ട് അത് പുരപ്പുറത്ത് കയറി. ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന് നായ പറയുന്നതായിരിക്കാമെന്ന് തകഴി കഥയിലൂടെ പറയുന്നു. ഈ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇതുപോലെയുള്ള ഉപന്യാസങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങളുടെ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും കൂടി ഉൾപ്പെടുത്തി വേണം എഴുതാൻ.
ഇതുപോലെയുള്ള ക്ലാസുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും നന്നായി പരീക്ഷ എഴുതാൻ കഴിയട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി, നമസ്കാരം.